ഗായ്സ്, നമ്മളിപ്പോൾ ഗാനയിലെ സീനിയർ കറക്ഷണൽ സെൻറ്ററിന് തൊട്ടടുത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ഗേറ്റിന് അപ്പുറത്താണ് പ്രിസൺ ഉള്ളത്. അപ്പോൾ പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടുത്തെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക് കടത്തി വിടുന്നത്. സോറി ഗായ്സ്, നമ്മൾ ജയിലിനകത്തേക്കല്ല പോകുന്നത്. പകരം ഇതിനകത്തുള്ളൊരു ടർഫ് ഉണ്ട്, അവിടെ ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരത്തേട്ടൻ്റെ ടീമായിട്ടുള്ള റോയൽ സ്റ്റാർസ് സ്റ്റെമ ക്വാർട്ടർ ഫൈനലിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇന്നത്തെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ മഴയൊന്നുമില്ലാതെ നല്ല ക്ലൈമറ്റാണ്. മേഘങ്ങൾ നോക്കൂ, ആകാശത്ത് എന്ത് ഭംഗിയുണ്ട് കാണാൻ. ഇവിടുത്തെ മേഘങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയുമ്പോൾ ശരത്തേട്ടനോട് പറയുമ്പോൾ ശരത്തേട്ടൻ അത് തമാശയായിട്ട് എടുക്കുക, പക്ഷേ അത് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും എത്ര രസമാണെന്ന്. അപ്പോൾ അതാ നമ്മൾ ഈ സൈഡിലൂടെ കാണുന്നതൊക്കെ വീടുകളാണ്. സൈഡിലുള്ളതൊക്കെ വീടുകളാണ്. അവിടെ ആൾക്കാരും ഉണ്ട്, താമസമുണ്ട്. 1948 ഈ പ്രിസൺ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു മെയിൻ ഗേറ്റ് കാണാൻ പറ്റും. ആ മെയിൻ ഗേറ്റിൻ്റെ അകത്താണ് ജയിലുള്ളത്. നമ്മൾ അങ്ങോട്ടല്ല പോകുന്നത്. ഇതിൻ്റെ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡുണ്ട്. ആ റോഡ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. പ്രിസണിൻ്റെ ഉള്ളിലുള്ള ഗ്രൗണ്ടിലാണ് നമ്മൾ ടൂർണമെൻറ്റ് നടക്കുന്നത്. In 300 meters, your destination will be on the left. മഴ പെയ്തതിന് ശേഷം മണ്ണൊക്കെ പോയി അതിൽ കല്ല് ഭയങ്കരമായിട്ട് അങ്ങനെ അതിലേക്ക് പോയാലാണ് നമ്മളെ ഗ്രൗണ്ട് എത്തുന്നത്. വാഴത്തൂപ്പ് ഉണ്ടോ? വാഴത്തൂപ്പ് നമസ്കാരം. Your destination is on the left. അതെ അതെ, സ്വാതി ഉണ്ടോ അവിടെ? വന്നിട്ടില്ല. വൈകുന്നേരം വരുമോ? ആണോ? സുഖം. അവിടുന്ന് കാണാം. അതെ അതെ, നല്ല ഗ്രൗണ്ട് കേട്ടോ. നല്ല പച്ചപ്പ് നിറഞ്ഞ ഗ്രൗണ്ട്. പുതിയ ഗ്രൗണ്ടാണ്. 4 മാസം എന്തോ ആയിട്ടുള്ളൂ അവർ സ്റ്റാർട്ട് ചെയ്തിട്ട്. No runs, still on 10 for a loss of 1 wicket. അൻഷു, ആമി എന്താളോ ഉറക്കായി. അതവിടെ വെക്കുന്നില്ല, അവിടെ വെക്കുന്നില്ല. എന്താണ് നമ്മളെ കളി 3-10 ക്വാർട്ടർ ഫൈനലാണ്. ആദ്യത്തെ 2 കളി ജയിച്ച് ക്വാർട്ടർ ഫൈനലിൽ എത്തി. ക്വാർട്ടർ ഫൈനൽ മാച്ചാണ് ഇപ്പൊ 3:30 ഗാനയിലുണ്ടായിരുന്ന ആനന്ദ് രാമകൃഷ്ണൻ എന്ന ചേട്ടൻ്റെ മരണശേഷം അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി സംഘടിപ്പിച്ചതാണ് അവരുടെ പേരിൽ ഈ ടൂർണമെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ബാറ്റിങ് നമ്മളെ റോയൽ സ്റ്റാർസ് സ്റ്റെമയ്ക്കാണ് കിട്ടിയത്. റെഡ് ജേഴ്സിയാണ് റോയൽ സ്റ്റാർസ് സ്റ്റെമയുടേത്. അപ്പോൾ അവർക്ക് ഓപ്പോസിറ്റായിട്ട് ബോൾ ചെയ്യുന്നത് ഡിഫൻഡേഴ്സും ആണ്. അവരുടേത് ബ്ലൂ ആണ്. ഇവരുടെ മാച്ച് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കുറച്ച് പ്ലെയേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി കുറച്ച് പേര് ഓൺ ദ വേ ആണ്. Sunrisers Hyderabad 21 runs, 3 wicket down. Tripathi is out. 1 more wicket to Stark. കളിക്കാരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. So the updates, we are giving you the updates of IPL 2 just to understand what is going on with Sunrisers Hyderabad. The team who scored the maximum in IPL, they are struggling there. I can see the same thing here at Sabri Metals. They do struggle. Never expected. End of 2 hours. Cash prize of 7,000 Ghana cedis. Oh, white nahi hai ye. Sanup, the great friend of Anand Ramakrishnan, he is bowling against Royal Stars Tema.
overthrow. The Secretary of Ghana Indian Malayali Association, Santosh, go on crease and collect. റോയൽ സ്റ്റാർ സ്റ്റെമ ബാറ്റിംഗ് കഴിഞ്ഞ് ബോളിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. Out! What is happening? Defenders need 21 runs to win in 30 balls. Good cut out offside. Got 1 runs, running for the second. It's out. Let's shot on air and taken. Others has to go back. First over. റോയൽ സ്റ്റാർ സ്റ്റെമ തൽക്കാലത്തേക്ക് ഡിഫൻഡേഴ്സിന് വിട്ടുകൊടുത്തു ഗൈസ്. അടുത്ത പ്രാവശ്യം പിടിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട്. ICC ടൂർണമെന്റ്സിൽ ഗാനയെ റെപ്രസെന്റ് ചെയ്ത് അമ്പയറായി സെലക്ഷൻ കിട്ടിയ മലയാളിയായ നമ്മുടെ നമ്പൂരിച്ചൻ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് മലയാളികൾക്കെല്ലാം അഭിമാനിക്കാം. വിനോദ് നമ്പൂതിരി എന്നാണ് മുഴുവൻ പേര്. അടിപൊളി. അതിനുശേഷം കണ്ടിട്ടില്ലായിരുന്നു. ICC Under 19 World Cup qualifier. Comparing. അടിപൊളി. കഴിഞ്ഞ ആഴ്ച അറിഞ്ഞില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച നല്ല കളികൾ. സാരല്ല, ഞാൻ അടുത്ത കളി വരുമല്ലോ. മുഖത്തൊന്ന് സൂം ചെയ്യട്ടെ. കളി തോച്ചു വന്നിട്ട് സൂം ചെയ്തിട്ട് എന്താ കാര്യം? ഇങ്ങോട്ട് ക്യാപ്റ്റൻ സൂപ്പർ ആട്ടോ. അവിടെ നിന്ന് എന്തൊക്കെയാ വിളിച്ചു പറയണേന്ന് അറിയോ? ജയിക്കാൻ വേണ്ടി വിന്നേഴ്സിന് ഇപ്പൊ കിട്ടിയത് എന്ത് തോന്നുന്നു? സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾ തോറ്റുപോയില്ലേ? തിരിച്ചു വരുന്നതായിരിക്കും. ഇനിയുണ്ടല്ലോ കളി. ചുരിദാറിട്ട് ചിലത് വരും കളിയാക്കും. അത് ജസ്റ്റ് മിസ്സല്ലേ പോയത്. സിനിമയ്ക്കുണ്ട്. അടുത്ത പിന്നെ വരുന്ന വഴിക്ക് പിന്നെയും അടുത്ത ആൾ സിനിമയ്ക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഇപ്പൊ സിനിമയ്ക്ക് പോകണ കറക്റ്റ് സമയത്ത് നമ്മളെ കളി കഴിഞ്ഞു. ബട്ട് ഇതാണ് അവർക്ക് നല്ല കണ്ടന്റ്. വിൻ പണ്ണ ഇവളോ കണ്ടന്റ് കിടക്കാറ്. പെരങ്ങിയുള്ള നീ എവിടെ ഇറങ്ങിയ അങ്ങ് ദൂരെ പോയി എടുക്കണോ? ശമ്പളം ഇറങ്ങായിരുന്നു. അവിടെ കുത്തി വന്ന പോളെ ഓടി പഠിച്ചിട്ട് വന്നേ. കഴിഞ്ഞ അത്രയുള്ളൂ. ഇതൊക്കെ പാട്ടുണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ? പടകാളി ആ ബാഗിന്റെ ഉള്ളിൽ ഒരു മുട്ട എന്തോ ബ്ലാക്ക് മാജിക്. ഇവ വന്നിട്ട് അനന്തു ബാറ്റ് ചെയ്യുമ്പോ നല്ല 6 അടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അനന്തുവിനെ പുകഴ്ത്തി വെച്ചിട്ടുണ്ട്. ഒരു ഒറ്റ ബോൾ എന്റെ ബാറ്റ് കൊണ്ടില്ല. ആ ബാറ്റ് ഞാനും എടുത്തു. അതാണ് കൺട്രോൾ പണിട്ട് ഇരുന്ന അടുത്ത ടൈമില് നിങ്ങളെങ്ങനെ അടിച്ച് പാർട്ടിയില്ലേ? ശ്രീധരൻ കിട്ടിയാലേ നമ്മള് പെണ്ണിനെ കൊടുക്കുള്ളൂ. അത്രേ ഉള്ളൂ. ഇവരുടെ മാച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ പോകുന്നതിന് വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്. മമ്മൂട്ടി ഹിറ്റ് ചിത്രമായിട്ടുള്ള ടർബോ ഇന്നിവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടി കാണണം. വൈകിട്ട് 6 മണിക്കാണ് ഷോ ഉള്ളത്. കളി കഴിഞ്ഞ ക്ഷീണത്തിൽ സിനിമയ്ക്ക് പോവാണ്. അതിനെ കൊണ്ട് ജേഴ്സി മാറ്റാം.
ജേഴ്സി ഇരുന്നിട്ട് വന്നത്. അപ്പോൾ ആ ജേഴ്സി ഒഴിവാക്കിയിട്ട് LCയിൽ കയറിയിട്ട് ഒരു ടീഷർട്ട് ഇട്ടിട്ട് ഞങ്ങൾ ഇനി നേരെ സിനിമ കാണാൻ പോവാം. കളി തോറ്റ ക്ഷീണം ഞങ്ങൾ അവിടെ തീർക്കും. മമ്മൂട്ടിയുടെ ലേറ്റസ്റ്റ് ഫിലിമായ ടർബോ കാണാനാണ് ഞങ്ങൾ വന്നത്. ആയോ? സമയമായിട്ടില്ലല്ലോ, 6 മണിക്കല്ലേ? അൻഷു ആമി അതാ തിയേറ്ററിൽ ഇരുന്ന് കുപ്പി പൊട്ടിക്കുന്നു. അല്ല ആളില്ലട്ടോ. ടർബോ കാണാൻ വന്ന് കുപ്പി പൊട്ടിച്ച്. എന്റെ പല്ല് സ്ട്രോങ്ങാ. എന്റെ പല്ലിൽ ഉപ്പുണ്ട്. ഇവിടെ എല്ലാം സീറ്റ് ഉണ്ട്. പോര് മൂവി ഇറങ്ങിയിട്ട് ഇപ്പൊ ഇന്നേക്ക് കുറച്ച് ദിവസം ആയതുകൊണ്ടും സെയിം ഡേ അവിടെ ടൂർണമെന്റ് നടക്കുന്നതുകൊണ്ടും തന്നെ തിയേറ്ററിൽ ആള് കുറവായിരുന്നു. അപ്പോൾ ആള് കുറവായി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഫിലിം രസം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പേഴ്സണലി എനിക്ക് ഫിലിം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പം ഒരു സ്റ്റോറി നോർമൽ സ്റ്റോറി ആണെങ്കിലും മമ്മൂട്ടി ഒട്ടും ഓവറാക്കാതെ അതിഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു മമ്മൂട്ടി ഫാനൊന്നും അല്ല കേട്ടോ, എന്നിരുന്നാലും ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഫിലിം. ഇത് കണ്ടോ ഗൈസ്, നമ്മുടെ ഒരു ആഫ്രിക്കക്കാരൻ ഇതാ നമ്മുടെ മുണ്ടൊക്കെ എടുത്തിട്ട് കേരള തനിമയോട് കൂടിയിട്ട് വന്നിരിക്കുന്നുണ്ട്. ഹലോ, ഹായ്. You watching this movie? The Indian movie. Indian movie. Just come down. No, now I can. How you came? You're wearing the traditional dress of our. Yes, I know. You know it. From where you get it? Please, From where you get that? this one, Dubai. 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 Oh, okay. Me and Very nice. friend, Tamil friend. Tamil friend. Our friend. It's looking nice. ഞങ്ങൾ സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവരെ കണ്ടത്. അപ്പം നമ്മുടെ ഒരു മലയാളി തനിമ തോന്നി. അപ്പം തമിഴ് ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അവർ കൊടുക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അടിപൊളിയായിട്ടുണ്ട്. Pulling up black windows once you go down. You must be crazy if you think that I'ma slow down. But wanna hear it talking shit from the drama. Keep it coming, I'ma send you to your mama. Mr. Whip, get the guns out. Dropping bodies in the place till the sun's out. Can't fuck with this, I'm going to try. Just when the bullets fly, I'm the last one to die. ഞങ്ങൾ ഫിലിമിന് പോയി കഴിഞ്ഞ് വരുമ്പോൾ നല്ല വിശപ്പ്. അങ്ങനെ KFCയിൽ കയറി ഭക്ഷണം കൂടി കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. I'm opening.